തീർച്ചയായും അള്ളാഹു തന്നെയാകുന്നു എൻ്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും. അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക, ഇതാകുന്നു നിങ്ങൾക്ക് നേരായ പാത. നബി പറയണെന്താ? അള്ളാഹു തന്നെയാണ് എൻ്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും. ഏതൊരു മനുഷ്യനെയും ജീവിപ്പിക്കുന്നതും നിലനിർത്തുന്നതും ആരാണ്? സൃഷ്ടാവാണ്. അവനെ മരിപ്പിക്കുന്നതും സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിനെയാണ് നമ്മൾ ആരാധിക്കാൻ ബൈബിൾ പറയുന്നില്ലേ, നിങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയിച്ച് അവനിൽ മേൽ ചാരിക്കൊള്ളട്ടെ എന്ന്. അതന്നെയാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അവർക്കിടയിലുള്ള കക്ഷികൾ ഭിന്നിച്ചു. അതിനാൽ അക്രമം പ്രവർത്തിച്ചവർക്ക് വേദനയേറിയ ഒരു ദിവസത്തെ ശിക്ഷ മൂലം നാശം. അവിടെയും ഭിന്നിപ്പുകൾ വരും. അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് വേദനയേറിയ ഒരു ദിവസത്തിലെ ശിക്ഷ എന്നാണ്, അഥവാ ലോകാവസാനം. അവർ ഓർക്കാതിരിക്കെ പെട്ടെന്ന് ആ അന്ത്യസമയം അവർക്ക് വന്നെത്തുന്നതല്ലാതെ അവർ നോക്കിയിരിക്കുന്നുണ്ടോന്ന്. അവരിലേക്കാണ് പിന്നെ ലോകാവസാനം വരുന്നത്. അപ്പൊ ഈസാ നബിയുടെ ദൗത്യം നിർവഹിക്കുന്നതിലോടുകൂടി പിന്നെ എന്ത് അവസാനിക്കും? നമ്മളെ ഈ ഭൂമിയിലുള്ള ജീവിതം ഒക്കെ അവസാനിക്കും. സുഹൃത്തുക്കൾ ആ ദിവസം അന്യോന്യം ശത്രുക്കളായിരിക്കും, സൂക്ഷ്മത പാലിക്കുന്നവരൊഴികെ. യഥാർത്ഥ സത്യത്തെ അംഗീകരിച്ച് വിശ്വസിച്ച ആളുകൾക്ക് അതിനെ കൊണ്ട് ഒരു ഭയവും ഇല്ല. പക്ഷെ അല്ലാത്തവർക്കോ അവർ പരസ്പരം ശത്രുക്കൾ തന്നെ ആയിരിക്കും. എൻ്റെ ദാസന്മാരെ, ഇന്ന് നിങ്ങൾക്ക് യാതൊരു ഭയവുമില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. അള്ളാഹനെ വിശ്വസിച്ചവർക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായിരിക്കുകയും ചെയ്തവരത്രയും നിങ്ങൾ. അള്ളാന്റെ ദൃഷ്ടാന്തത്തെ അവർ അംഗീകരിച്ചു, വിശ്വസിച്ചു, യഥാർത്ഥ നീതി അവർ പിന്തുടർന്നു. അതുകൊണ്ട് അവരിനി ഒന്നിനെ കൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷഭരിതരായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. പിന്നെ ഇവിടെ നമുക്കുള്ള അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് അവിടെ പറയുന്നത് 74 പറയുന്നത്, തീർച്ചയായും കുറ്റവാളികൾ നരക ശിക്ഷയിൽ നിത്യവാസികളായിരിക്കും. അവർക്കത് ലഘൂകരിച്ച് കൊടുക്കപ്പെടുകയില്ല. അവർ അതിൽ ആശയറ്റവരായിരിക്കും. നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല, പക്ഷെ അവർ തന്നെയാണ് അക്രമകാരികൾ. അവർ വിളിച്ചു പറയും, ഹേ മാലിക്, തങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ മേൽ മരണം വിധിക്കട്ടെ. അദ്ദേഹം പറയും, ആ മലക്ക് പറയും, നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടവർ തന്നെയാകും. ഇനി അവിടെ ഒരു മരണമില്ല. തീർച്ചയായും നാം നിങ്ങൾക്ക് സത്യം കൊണ്ടുവന്ന് തരികയുണ്ടായി, പക്ഷെ നിങ്ങൾ അധിക പേരും സത്യത്തെ വെറുക്കുന്നവരാകുന്നു. അള്ളാഹു പറഞ്ഞെന്താ? നിങ്ങൾക്ക് സത്യം കൊടുന്നെത്തിച്ച് തന്നിട്ടുണ്ട്, എന്നിട്ട് അത് നിങ്ങൾ നിഷേധിച്ചു, പിന്തിരിഞ്ഞു കളഞ്ഞു. അള്ളാഹ്ക്ക് ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അള്ളാഹു സത്യം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എത്തിച്ചു കൊടുക്കാതല്ലല്ലോ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് അള്ളാഹു നയിക്കപ്പെടുന്നത്. അതല്ല, അവർ നമുക്കെതിരെ വല്ല കാര്യവും തീരുമാനിച്ചിരിക്കുകയാണോ? എന്നാൽ നാം തന്നെയാകുന്നു തീരുമാനമെടുക്കുന്നവൻ. അതല്ല, അവരുടെ രഹസ്യ ഗൂഢാലോചനയും നാം കേൾക്കുന്നില്ല എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അതെ, നമ്മുടെ ദൂതന്മാർ മലക്കുകൾ അവരുടെ അടുക്കൽ എഴുതിയെടുക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞെന്താ? ഞാൻ നിങ്ങളുടെ ഗൂഢാലോചനയും രഹസ്യവും പരസ്യമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതിലുപരി എൻ്റെ മലക്കുകൾ അത് രേഖപ്പെടുത്തിയിട്ടും വെക്കുന്നുണ്ട്.